ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ നേരത്തെ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കാട്രേജിനൊക്കെ ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാട്രേജ് എന്ന് പറയുന്നത് ഏകദേശം 4 വരുന്നുണ്ട്. ഇതേപോലെ 4 കാട്രേജിനാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം റേറ്റ് ഉള്ളതാണ്. ഏകദേശം 18,000 റുപ്യാണ് LNDയുടെ വരുന്നത്, ക്ലാസ് 1 and 2 എന്ന് പറഞ്ഞുള്ള SPD. പിന്നെ ഇതിൽ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഇൻഡിക്കേഷൻ്റെ കാര്യം കൊടുക്കുമ്പോൾ. അപ്പോൾ ഇത് ഇൻഡിക്കേഷൻ എങ്ങനെ കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ നമുക്ക് കാറ്റലോഗ് ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൽ 11 എപ്പോഴും കോമൺ ആണ്, അതായത് 11 എപ്പോഴും കറണ്ട് കയറ്റി വിടുക, അതായത് ഫേസ് കയറ്റി വിടുക. 12ഉം 14ഉം ആണ് ഔട്ട് വരുന്നത്. അപ്പോൾ 12ൽ ടച്ച് ആയി കഴിഞ്ഞാൽ കാട്രേജിൻ ഓക്കെ ആണ്, യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല, കറക്റ്റായിട്ട് വർക്കിംഗ് കണ്ടീഷനാണെന്ന് അറിയാൻ പറ്റും. 14ലാണെന്നുണ്ടെങ്കിൽ ടച്ചായി കിടക്കുകയാണെങ്കിൽ, അതായത് 14 ഇൻഡിക്കേഷൻ കാണിക്കുകയാണെങ്കിൽ അത് കംപ്ലൈൻ്റ് ആണ്. നമുക്ക് ഇൻഡിക്കേറ്റർ ഇതിന് 2 ഇൻഡിക്കേറ്റർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഇൻഡിക്കേറ്റർ മുഖാന്തരം നമുക്കിത് അറിയാൻ പറ്റും. ഇതിൽ വ്യക്തമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതിനാണോ 11ഉം 14ഉം ആണെങ്കിൽ ഇവിടെ റീപ്ലേസ്മെൻറ്റ് ചേഞ്ച്, അതായത് നമ്മൾ കാട്രേജും മാറ്റേണ്ട സമയമായിരിക്കണം. അതായത് ഒരു ആരോമാർക്ക് ഒരു വാണിംഗ് അലാം കൊടുത്തു കേട്ടോ. പിന്നെ 15 to 12, അപ്പോൾ അത് നമുക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ